കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരളത്തിലെ ഒരു കുടുംബ കോടതിയിൽ നിന്നും ആണുങ്ങൾക്ക് അനുകൂലമായി വന്നിട്ടുള്ള ഒരു കിടിലൻ കോടതി വിധിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 2018 ഈ ഭർത്താവ് ഭാര്യയ്ക്ക് എതിരെ ഒരു കേസ് ഫയൽ ചെയ്യുകയാണ്. അതായത് ഭാര്യയ്ക്ക് ഒരു അവിഹിത ബന്ധമുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഭർത്താവിന് ഭാര്യയുടെ കയ്യിൽ നിന്നും നഷ്ടപരിഹാരം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അതിനുശേഷം ഇപ്പോൾ 2026 കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള വിധി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭർത്താവ് കല്യാണ സമയത്ത് അണിയിച്ചിട്ടുള്ള 32 ഗ്രാം സ്വർണം ഭാര്യ ഭർത്താവിന് തിരിച്ച് കൊടുക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ വിധിയായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നിങ്ങൾ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഭാര്യ ഗോൾഡ് കോപ്പി ഫയൽ ചെയ്യുന്ന പോലെ തന്നെ ഭർത്താവിനും ഗോൾഡ് കോപ്പി ഫയൽ ചെയ്യാം എന്നുള്ള കാര്യം മനസ്സിലാക്കാം. കൂടാതെ 15 ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് ഭർത്താവിന് കൊടുക്കണമെന്ന് ഫാമിലി കോടതി പറഞ്ഞു. ഈ കൊടുക്കേണ്ട തുക കൊടുക്കേണ്ടത് ഭാര്യയുടെ ആങ്ങളമാര്, ഭാര്യയുടെ അമ്മ, പിന്നെ ഈ കാമുകൻ. മനസ്സിലായത്? ഇത്രയും ആൾക്കാരുടെ കയ്യിൽ നിന്നുമാണ് ഈ എമൗണ്ട് ഭർത്താവിന് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 2018 മുതൽ 2026 വരെ കേസ് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് 6% ആ കോടതി ചെലവ് എത്രയാണോ വന്നിട്ടുള്ളത് അതിൻ്റെ 6% കൂടി ഭർത്താവിന് ഈ പറയുന്ന ബന്ധുക്കളും ഭാര്യയും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി വിധി വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു അടിപൊളി വിധിയാണ്. അപ്പോൾ ഇതുപോലുള്ള സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുന്ന ഭർത്താക്കന്മാരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? മുമ്പ് പലവട്ടം നമ്മുടെ വീഡിയോസിൽ കണ്ടുള്ള പോലെ ഫാമിലി കോടതിയിൽ നിങ്ങൾക്കൊരു സിവിൽ ഡിഫേമേഷൻ കേസ്, മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ കല്യാണ സമയത്ത് അണിയിച്ചിട്ടുള്ള താലിമാല എത്രയാണോ അതിന് തെളിവുണ്ടെങ്കിൽ അത് ഭാര്യയുടെ കയ്യിൽ നിന്ന് മേടിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അഭിഹിതം പോലുള്ള കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് എന്ത് കിട്ടും? 15 ലക്ഷം രൂപ വരെ നമുക്ക്. ഇപ്പോൾ 15 ലക്ഷമാണ് അയാൾ കൊടുത്തത്, 15 ആയതുകൊണ്ടായിരിക്കും അത് പറയാനുള്ള കാരണം. ആ എമൗണ്ട് കിട്ടും. കോടതി ചെലവ്, ഈ പറയുന്ന 4 കാര്യങ്ങൾ നമുക്കിപ്പോൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പക്ഷേ ഇപ്പോഴത്തെ പുതിയ BNSS ഏറ്റവും വലിയ പ്രത്യേകത ലിവിങ് ഇൻ അഡൾട്ടറി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു സിംഗിൾ ഇൻസിഡൻസ് അല്ല അവർ ഉദ്ദേശിക്കുന്നത്, കുറച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻസിഡൻ്റാണ് BNSS നമ്മൾ പറയണത്. അപ്പോൾ അതിനുള്ള കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻ്റൽ എവിഡൻസുകൾ, ഓറൽ എവിഡൻസ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ എവിഡൻസ്, ഇതൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി കോടതിയിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുകയാണ്. മിടുക്കനായ ഒരു വക്കീൽ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഗുണം ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.